ഉസൈൻ ബോൾട്ടിന്റെ അത്ഭുത സമയം ആരെങ്കിലും മറികടന്നോ? ഇല്ല. ഫ്ലോജോയുടെ ലോക റെക്കോർഡ് അതുമില്ല. പിന്നെ സ്വർണം കിട്ടിയിട്ടും നോവ ലൈൻസ് കണ്ണീരടിഞ്ഞു. നീന്തൽക്കുളത്തിലും പുതിയൊരു സ്വർണ്ണമീൻ പിറന്നു. ഏറ്റവും ത്രില്ലറായത് ബാസ്കറ്റ്ബോൾ. ഇന്ത്യക്ക് ഒറ്റ സ്വർണവും ലഭിച്ചില്ല. പാരീസ് ഒളിമ്പിക്സിന്റെ ബാക്കി പത്രങ്ങൾ ഒരുപാടുണ്ട്. ഉന്മാദികളായി വിജയം ആഘോഷിക്കുന്ന താരങ്ങൾ, കയ്യെത്തും ദൂരത്ത് കിരീടം കൈവിട്ട കണ്ണീരുകൾ. സ്വർണവേട്ടയിൽ ഏറ്റവും മുന്നിൽ ഒരു നീന്തൽ താരമാണ് ലിയോണി മെർച്ചന്റ്. മത്സരിച്ച 4 ഇനങ്ങളിലും ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം. മൈക്കൽ ഫിലിപ്സിന് ശേഷം നീന്തൽക്കുളത്തിൽ വീണ്ടും ഒരു സ്വർണ്ണമീൻ. 22 വയസ്സിൽ വിസ്മയം പകർന്നു. ഒളിമ്പിക്സ് സമാപന ചടങ്ങിനും ഫ്രാൻസിന്റെ ലിയോൺ താരമായി. അഭയാർത്ഥികൾക്കായി ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ സിൻഡി നഗംബയെ മറക്കാനാവുമോ? ആഫ്രിക്കൻ രക്തമോടുന്ന നഗംബ ബോക്സിംഗിൽ വെങ്കലം നേടിയത് പാരീസിലെ ചരിത്ര നിമിഷം. ഫീനിക്സ് മറ്റൊരാളായിരുന്നു. രോഗങ്ങളോട് മല്ലടിച്ച് സ്വർണം കൊയ്ത സിമോണി ബൈൽസ്. ജിംനാസ്റ്റിക് ഇതിഹാസം സിമോണിയുടെ തിരിച്ചുവരവിന് പാരീസ് സാക്ഷിയായി. 3 ഒളിമ്പിക് സ്വർണമാണ് ജിംനാസ്റ്റിക്കിൽ സിമോണി നേടിയത്. 100 മീറ്ററിലെ വേഗരാജാവായി മനം കവർന്ന നോവ ലൈൻസ് പിന്നെ കണ്ണീരായി. 102 ഡിഗ്രി പനിയുമായി 200 മീറ്റർ ഓടിയ നോവ മൂന്നാമതായി. റിലേയിൽ നോവ ഇല്ലാതെ ഓടിയ പുരുഷ ടീം അയോഗ്യരായി. കളിമൺ കോർട്ടിലെ രാജാവ് റഫേൽ നദാലിന് ടെന്നീസിൽ കണ്ണീരായിരുന്നു. ജോക്കോവിച്ചിനോട് തോറ്റ് നദാൽ വേഗം മടങ്ങി. നീരജ് ചോപ്രയുടെയും അർഷാദിന്റെയും അമ്മമാരെ എങ്ങനെ മറക്കും? പാകിസ്ഥാനിയായ അർഷാദ് തന്റെ മകനാണെന്ന് നീരജിന്റെ അമ്മ. ഇന്ത്യയുടെ നീരജ് തനിക്ക് പ്രിയപുത്രൻ എന്ന് അർഷാദിന്റെ അമ്മയും. ഇന്ത്യ പാക് സൗഹൃദത്തിന്റെ ആഹ്ലാദ നിമിഷം. ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ ത്രില്ലറായി മാറിയത് വനിതകളുടെ ബാസ്കറ്റ്ബോൾ മത്സരമാണ്. ഒളിമ്പിക്സിലെ അവസാന മത്സരം അമേരിക്ക പിടിമുറുക്കി. പാരീസിൽ അമേരിക്കയെ ചാമ്പ്യനാക്കിയത് ഈ മത്സരമാണ്. ലോക കായിക രംഗത്ത് ചൈന അനിഷേധ ശക്തിയാവുന്നത് കൂടി പാരീസ് സാക്ഷിയായി. പാരീസിൽ ഏറ്റവും വലിയ കണ്ണീരേതാണ്? ഇന്ത്യക്കാർ പറയും അത് വിനേഷ് ഫോഗട്ടാണെന്ന്. ഫോഗട്ടിനേക്കാൾ പിഴവ് പറ്റിയ കെനിയൻ താരം ഫെയ്ത്ത് കെയ്പ് യോഗന് അവരുടെ രാജ്യം മെഡൽ തിരിച്ചു വാങ്ങിക്കൊടുത്ത കഥയും പാരീസ് പറഞ്ഞു. ഒളിമ്പിക്സ് സമാപിക്കുന്നത് വരെ ഫോഗട്ടിന്റെ കണ്ണീരിന് മറുപടിയും കിട്ടിയില്ല. ഇന്ത്യയുടെ നീറ്റിലാണ് ഫോഗട്ട്. ഇനി ലോസ് ആഞ്ചലസിലേക്കാണ്. പാരീസിലെ നക്ഷത്രങ്ങൾ പലരും അവിടെ ഉണ്ടാകില്ല. പക്ഷേ ഉസൈൻ ബോൾട്ടിന്റെ അത്ഭുത സമയത്തിനു മുമ്പേ ഓടാൻ ആരെങ്കിലും വരുമോ? ഫോഗട്ടിന്റെ കണ്ണീര് മാറുമോ? 4 വർഷം നമുക്ക് കാത്തിരിക്കാം.